أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിൻ്റെ 12ാമത്തെ സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 91 മുതൽ 98 വരെയുള്ള ആയത്തുകൾ അടങ്ങിയ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ സൂറത്തുൽ ബഖറയിൽ പൊതുവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നതിനെ തുടർന്നുള്ള സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മദീനയിൽ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഗോത്രങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്ന ബനു ഇസ്രായേലിന്റെ യഹൂദ സമൂഹത്തിന്റെ ചരിത്ര സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പുള്ള ഭാഗം വായിച്ചപ്പോഴും ഈ ഇസ്രായേൽ സമൂഹം അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരോട് എന്ത് നിലപാടാണ് സ്വീകരിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇവിടെ ഈ 91ാമത്തെ ആയത്ത് മുതലുള്ള ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്തും ബനു ഇസ്രായേലിന്റെ നിലപാടുകളെ വിലയിരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് മദീനയിലെ യഹൂദ ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിനെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും എതിരെ രംഗത്ത് വന്നു, അവരുടെ ശത്രുക്കളായി മാറി? യഥാർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളുവാനും പിൻപറ്റുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് അവരായിരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അവർ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറി എന്നത് സത്യവിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ
ആണ് ഈ സംഭവങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഈ ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കാം. വൈദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹ്. യഹൂദ സമൂഹത്തോട്, ബനു ഇസ്രായേൽ വിഭാഗത്തിലെ ഗോത്രങ്ങളോട്, അവരിൽപ്പെട്ട ആളുകളോട് പറയപ്പെട്ടാൽ, വൈദാ ഖീല ലഹും, അവരോട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ഇങ്ങനെ പറയപ്പെട്ടാൽ, ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള, അള്ളാഹു ഇറക്കിയിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇതാണ് അവരോട് പറയപ്പെടുന്നത് എന്ന് സങ്കല്പിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിയ സത്യവിശ്വാസികൾ ഇവരൊക്കെയും തന്നെ മദീനയിലുണ്ടായിരുന്ന യഹൂദരോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്. ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിക്കുക എന്ന്. അള്ളാഹു ഇറക്കിയത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മാനവ സമൂഹത്തിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള സത്യ സന്ദേശം, അതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ഇവരോട് പറയപ്പെട്ടാൽ, വൈദാ ഖീല, ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, യഹൂദ സമുദായത്തിലെ ആളുകളോട് പറയപ്പെട്ടാൽ, ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ, അള്ളാഹു ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവരിങ്ങനെയാണ് പറയാ, അവരുടെ പ്രതികരണം ഇതാണ്, നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് അവർ പറയാ, ഞങ്ങൾക്ക് അവതരിപ്പിച്ചത്. എന്നതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് യഹൂദ സമൂഹമാണ്, ബനു ഇസ്രായേലാണ്, ഇസ്രായേലിന്റെ മക്കളാണ്, ഞങ്ങൾ യഹൂദന്മാരാണ്, ജൂതന്മാരാണ്, ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അള്ളാഹു വല്ലതും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതിലൊരു കുറവും വരുത്തിയിട്ടില്ല. ഇതാണ് അവർ പറയാം. ഖാലു, അവര് പ്രതികരിക്കുന്നു, ഇങ്ങനെ പറയുന്നു, നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിൽ, അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് അവരുടെ പ്രതികരണം. എന്നാൽ വസ്തുത എന്താണ്? വയക്ഫുറൂന ബിമാ വറാഅഹു, അതിനപ്പുറത്തേക്കുള്ളതൊക്കെയും അവർ നിഷേധിച്ചു കളയുന്നു. ഇത് അവർ പറയുന്ന വാചകമല്ല, ഇത് അള്ളാഹു അവരുടെ നിലപാടിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. വയക്ഫുറൂന, അവർ നിഷേധിക്കുന്നു, ബിമാ വറാഅഹു, അതല്ലാത്തതൊക്കെയും, അവരുടെ പുറകെ ആയി, ഇതിന് പുറകെയായി ഉള്ളതിനൊക്കെയും, അല്ലെങ്കിൽ ഇതിനുപരിയായി അവരിലേക്ക് ഇറക്കപ്പെട്ടതിന് അതീതമായ, അതല്ലാത്തതൊക്കെയും അവര് നിഷേധിച്ചു കളയുന്നു. വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹു, നിഷേധിച്ചു കളയാൻ വല്ല കാരണം ഉണ്ടായിട്ടാണോ? കാരണം ഉണ്ടായിട്ടൊന്നുമില്ല. എന്താണ് പിന്നീട് അവർക്ക്, യഹൂദർക്ക് അവതരിച്ച വേദഗ്രന്ഥങ്ങൾ കൂടാതെയുള്ളതിനെ നിഷേധിച്ചു കളയാൻ അവർക്ക് കാരണം? യഥാർത്ഥത്തിൽ അതിനെ അംഗീകരിക്കാനാണ് അവർക്ക് കാരണമുള്ളത്. അതെന്താണ്? വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹു, ഈ യഹൂദർക്ക് അവതരിച്ച വേദങ്ങൾക്ക് അപ്പുറത്തുള്ളതിനെ നിഷേധിക്കുന്നതിന് പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ ന്യായമൊന്നുമില്ല, അത് സ്വീകരിക്കാനാണ് ന്യായമുള്ളത്. കാരണം വഹുവൽ ഹഖ്ഖു, ആ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, മുസദ്ദിഖൻ ലിമാ മഅഹു, അവരുടെ മുന്നിൽ, അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന സത്യമാണത്. എന്ന് പറഞ്ഞാൽ യഹൂദർക്ക് അവതരിച്ച് കിട്ടിയിട്ടുള്ള തൗറാത്തും പിന്നീട് ഈസ അലൈഹിസ്സലാമിന്റെ കൈകളിലൂടെ ബനു ഇസ്രായേലിന്റെ കയ്യിലെത്തിയിട്ടുള്ള ഇഞ്ചീലും ഒക്കെ തന്നെയും ഈ സംഗതികളെ ഒക്കെ സത്യപ്പെടുത്തുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഖുർആൻ. പക്ഷെ അവരുടെ നിലപാടെന്താ? ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതല്ലാത്തതിനൊന്നും അവർ വിശ്വസിക്കൂല. അവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണെങ്കിൽ പോലും, ഇപ്പൊ യഥാർത്ഥത്തില് ഇപ്പൊ വിശുദ്ധ ഖുർആനില് പറയുന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ബുക്ക് എഴുതിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു വേദജ്ഞാനമുള്ള ഒരു ഹിന്ദു പുരോഹിതൻ, ഒരു ഹൈന്ദവ സന്യാസിയൊക്കെ ഒരു പുസ്തകം എഴുതി നോക്കുക, നമ്മളെന്താ ചെയ്യേണ്ടത്? എന്താണ്? അത് അംഗീകരിക്കുകയല്ലേ? ഖുർആനിൽ പറഞ്ഞതിനൊക്കെ അംഗീകരിച്ചുകൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഇയാൾ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം, ഇസ്രായേൽ സമൂഹത്തിലേക്ക് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളെ
ഇവര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നത് അവരുടെ ഒരു കപടമായ നിലപാടാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവർ സത്യത്തിനോട് യാതൊരു പിന്തുണയും കൂറും കാണിക്കുന്ന ആളുകളല്ല, മറിച്ച് അവരുടെ വർഗബോധം മാത്രമാണ് നിലനിർത്തുന്നത്. അവര് പറഞ്ഞത് ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, എന്നാൽ അത് കൂടാതെയുള്ളതിനൊക്കെയും അവർ കളവാക്കുകയും ചെയ്തിരിക്കുന്നു. ആ കളവാക്കപ്പെടുന്ന സംഗതി എന്താണ്? വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആ വേദഗ്രന്ഥം വന്നിരിക്കുന്നത് എങ്കിൽ പോലും അവരതിനെ കളവാക്കുകയാണ് ചെയ്യുന്നത്. വഹുവൽ ഹഖ്ഖു, അത് സത്യമായിരിക്കെ, മുസദ്ദിഖൻ ലിമാ മഅഹു, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ സത്യപ്പെടുത്തുന്ന സത്യമാണ് അത് എന്നിരിക്കെ തന്നെ. ഖുൽ, അപ്പൊ അള്ളാഹു പറയാണ്, ഖുൽ, നബിയോടാണ് നിർദ്ദേശം, പ്രവാചകരെ എങ്കിൽ താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കൂ. ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ, നിങ്ങൾ എന്നാൽ പിന്നെ നിങ്ങളിലേക്ക് വന്ന അള്ളാഹുവിന്റെ നബിമാരെ, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രവാചകന്മാരെ നിങ്ങൾ എന്തിനു വേണ്ടിയാ കൊന്നത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ നിങ്ങൾ വിശ്വസിച്ചു, അത് പിൻപറ്റുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നേരത്തെ അള്ളാഹു നിങ്ങളുടെ സമൂഹത്തിലേക്ക് ധാരാളം പ്രവാചകന്മാരെ അയച്ചിരുന്നല്ലോ, അവരെ നിങ്ങൾ എന്തിനു കൊന്നുകളഞ്ഞു? അവര് നിങ്ങളിലേക്ക് വന്ന ദൂതന്മാരായിരുന്നില്ലേ? നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റുന്നു, അത് വിശ്വസിക്കുന്നു എന്നൊക്കെ നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരെ നിങ്ങൾ എന്തിന് കൊന്നുകളഞ്ഞു? ഇതാണ് അള്ളാഹു ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യഹൂദരോട് ചോദിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണിത്. ഖുൽ, പ്രവാചകരെ താങ്കൾ ചോദിക്കുക, താങ്കൾ പറയുക. ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ, നിങ്ങൾ എന്തേ നേരത്തെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളിലേക്ക് വന്നിരുന്ന ദൂതന്മാരെ കൊന്നുകളഞ്ഞത്? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യം നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നെങ്കിൽ, അതിൽ നിങ്ങൾ സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കുമായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങളിലേക്ക് നേരത്തെ അയക്കപ്പെട്ട പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നുകളഞ്ഞു? അപ്പൊ അത് നിങ്ങളുടെ പല സ്വാർത്ഥ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുവരുന്ന വേദഗ്രന്ഥങ്ങളെയും നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. അത് പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏതുപോലെ? നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പല പ്രവാചകന്മാരെയും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അത് എതിരാണ് എന്ന് കണ്ടപ്പോ നിങ്ങൾ കൊന്നുകളയുകയാണ് ചെയ്തത്. അതേപോലെ നിങ്ങളിപ്പോ നിങ്ങളുടെ നിലപാട് തുടരുകയാണ് എന്നാണ് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നുകൂടി നോക്കുക. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ തിരിച്ചു പറയുന്നു, നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വയക്ഫുറൂന ബിമാ വറാഅഹു, അതിനപ്പുറത്തേക്കുള്ളത്, അതിൽ പെടാത്ത, അതിന് പുറമേയുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹു, അത് അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തുന്ന, സത്യപ്പെടുത്തുന്നതാണ് എന്നിരിക്കെ തന്നെ അവര് അതിനെ നിഷേധിക്കുന്നു. ഇതാണ് അവരുടെ അവസ്ഥ. എങ്കിൽ ഖുൽ, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക. ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്, നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അംബിയാകളെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു? മിൻ ഖബ്ൽ, നേരത്തെ മുൻകഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ ആണെങ്കിൽ. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത്, ഇനി അള്ളാഹു ആ പറഞ്ഞ കാര്യത്തിനുള്ള പിൻബലമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത്, മൂസ നിങ്ങളിലേക്ക് വരികയുണ്ടായി. മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്നു. ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, വ്യക്തമായ തെളിവുകളുമായിട്ട്, വ്യക്തമായ സാക്ഷ്യങ്ങളുമായിട്ട്, തെളിവുകളുമായിട്ട്, പിൻബലത്തോടുകൂടി മൂസ അലൈഹിസ്സലാം നിങ്ങളിലേക്ക് വന്നല്ലോ.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സുമ്മത്തഖ്തുമുൽ ഇജ്ൽ, പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? മൂസ അലൈഹി ഇസ്ലാം വ്യക്തമായ സാക്ഷ്യവും തെളിവും ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. പിന്നെ അതിനുശേഷവും നിങ്ങൾ പശുക്കുട്ടിയെ സ്വീകരിച്ചു കളഞ്ഞു. ആരാധനക്ക് വേണ്ടി പശുക്കുട്ടിയെ സ്വീകരിച്ചു കളഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നത് സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിധത്തിലാണ്. അദ്ദേഹം ബനൂ ഇസ്രായേലിന്റെ മോചകനായിട്ട് വരുന്നത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അള്ളാഹു എന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വിമോചനത്തിന് വേണ്ടി എല്ലാവരും കൈകോർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരിലേക്ക് വരുന്നത്. അങ്ങനെ ചെങ്കടൽ കടന്നു പോയതിനു ശേഷം സിനായി മരുഭൂമിയിൽ കഴിയുന്ന കാലത്ത് അവരെന്ത് ചെയ്തു? അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് പശുക്കുട്ടിയെ അതിന്റെ രൂപമൊക്കെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പശുക്കുട്ടിയെ തന്നെ ദൈവമായിട്ട് സ്വീകരിച്ചു കളഞ്ഞു. സുമ്മത്തഖ്തുമുൽ ഇജ്ൽ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. ആ പറഞ്ഞത് ശരിയാണോ? നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ടും വന്നിരിക്കുന്ന ഈ പ്രവാചകനെയും ഈ ഗ്രന്ഥത്തെയും നിങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല. ഇത് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ പഴയ നിലപാട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കാരണം നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ അടുക്കൽ വന്നു. അതിനുശേഷവും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. അപ്പോ സുമ്മത്തഖ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, എന്നിട്ട് ആ സംഭവത്തിന് ശേഷവും നിങ്ങൾ പശുക്കുട്ടിയെ ആരാധനക്ക് വേണ്ടി സ്വീകരിച്ചു. വഅൻതും ളാലിമൂൻ, നിങ്ങൾ വലിയ അക്രമികളായിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യുകയുണ്ടായത്. എന്തുകൊണ്ടാണ് അത് അക്രമാവുന്നത്? ഏറ്റവും വലിയ തെളിവും ബോധ്യപ്പെടുത്തുന്ന ആയാത്തും ബസായിറും ഒക്കെ ബയ്യിനാത്തും ഒക്കെ ആയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരെ സമീപിച്ചതും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തതും. എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നപ്പോഴേക്ക് അവര് പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള പോലെ വിഗ്രഹം വേണം, പൂജിക്കാൻ ഒരു രൂപം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് അങ്ങനെ പശു ആരാധനയിലേക്ക് തിരിഞ്ഞ സംഭവിച്ചുണ്ടായി. ഇത് അവരിലേക്ക് ദൂതന്മാരെ അയക്കാത്തത് കൊണ്ടാണോ? അവരിലേക്ക് അള്ളാഹു ഗ്രന്ഥം ഇറക്കി കൊടുക്കാത്തത് കൊണ്ടാണോ? അവര് പറയുന്ന പോലെ അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അവര് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റിയാണോ ഉണ്ടായത്? അതോ അവര് വളരെ കടുത്ത ധിക്കാര മനസ്ഥിതിയോടുകൂടി അതിനെ തള്ളിക്കളയുകയാണോ ഉണ്ടായത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, ഖുൽ, പറയുക, ചോദിക്കുക, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ നിങ്ങൾ നേരത്തെ കൊന്നുകളഞ്ഞു? മൂസ അലൈഹി ഇസ്ലാമിന് നാം തെളിമയുള്ള, വ്യക്തതയുള്ള, ബോധ്യപ്പെടുത്തുന്ന തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ കൊടുത്തയച്ചിരുന്നല്ലോ. എന്നിട്ടും പിന്നെ അതിന്റെ ശേഷം നിങ്ങളെന്തേ പശുക്കുട്ടിയെ ആരാധനക്ക് വേണ്ടി എടുത്തു കളഞ്ഞു? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങള് തികഞ്ഞ അതിക്രമമാണ് ആ ഘട്ടത്തിൽ ചെയ്യുകയുണ്ടായത്. വൈദ് അഖദ്നാ മീസാഖക്കും, നിങ്ങളുടെ അടുക്കൽ നിന്ന് നാം ഒരു ഉടമ്പടി സ്വീകരിച്ച ഒരു സന്ദർഭമുണ്ട്. അതൊന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. വൈദ് അഖദ്നാ മീസാഖക്കും, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അള്ളാഹു ഒരു ഉടമ്പടി സ്വീകരിച്ച സന്ദർഭം വീണ്ടും നിങ്ങൾ ഓർക്കുക. വറഫഅനാ ഫൗഖകുമു തൂർ, നിങ്ങൾക്ക് ഉപരിയായി, നിങ്ങളുടെ മുകളിലായിട്ട് തൂർ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിച്ചു അന്നേരം. വെറുതെ സ്വമേധയാ ഒന്നുമല്ല ഒരു ഉടമ്പടി സ്വീകരിക്കുന്ന ഒന്നും. അള്ളാഹുമായുള്ള ഉടമ്പടി ദൂതന്മാര് മുഖേന അവർ ചെയ്യുന്നത് നല്ല അനുസരണയുള്ള, സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വമേധയാ അതിനെ അംഗീകരിക്കുന്ന ആളുകളായിക്കൊണ്ടൊന്നുമല്ല. മറിച്ച് അവരത് ചെയ്യുന്നത് നിർബന്ധിതമായ സാഹചര്യങ്ങളിലാണ്. വറഫഅനാ ഫൗഖകുമു തൂർ, നിങ്ങൾക്ക് മുകളിലായിട്ട്, നിങ്ങളുടെ തലക്ക് മീതെ നാം തൂർ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ഉടമ്പടി സ്വീകരിക്കുകയുണ്ടായത്. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, ആ സമയത്ത് നിങ്ങളോട് എന്താണ് പറയപ്പെട്ടത്? നിങ്ങൾക്കുണ്ടായിരുന്ന നിർദ്ദേശം ഖുദൂ, നിങ്ങൾ സ്വീകരിക്കുക. മാ ആതൈനാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, ബിഖുവ്വ, ശക്തമായ കരങ്ങളോടെ, നല്ല ചങ്കുറപ്പോടുകൂടി
നല്ല മനസ്സിന്റെ സന്നദ്ധതയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിനെ സ്വീകരിക്കുക. ഇതാണ് അള്ളാഹു നിർദ്ദേശിച്ചത്. നിങ്ങൾ വെറുതെ അലസരായി വന്നുകൊണ്ട് വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള നിലക്കല്ല, മറിച്ച് നല്ല ഡിറ്റർമിനേഷനോടുകൂടി ദൃഢതയോടുകൂടി നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി ഇതിനെ സ്വീകരിക്കുക എന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു. വസ്മഉ, നിങ്ങൾ കേൾക്കുകയും ചെയ്യുക, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. വെറുതെ അശ്രദ്ധമായി അലസമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയല്ല വേണ്ടത്. നിങ്ങളിലേക്ക് അയച്ച പ്രവാചകൻ, ആ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള വേദഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, ശക്തമായി അത് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അതിനെ സ്വീകരിക്കുക, എന്നിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുക. ഖാലു, അപ്പൊ അതിനോട് എങ്ങനെയാണ് അവർ പ്രതികരിച്ചത്? ഖാലു, അവര് പറഞ്ഞു, അവര് പ്രതികരണമായിട്ട് പറഞ്ഞത് ഇതാണ്: സമിഅന സമിഅന വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅസൈന, ഞങ്ങൾ അതിനെ ധിക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് അവരുടെ നിലപാട്. ഒരു ഭാഗത്ത് അവര് പ്രത്യക്ഷത്തിൽ കേട്ടു എന്ന് പറയും, അതേ സമയം തന്നെ അവരതിനെ ധിക്കരിക്കുകയും ചെയ്യും. ഇതാണ് ബനു ഇസ്രായേൽ ഉടനീളം കാണിച്ചിട്ടുള്ള നിലപാടുകളുടെ ഒരു പ്രത്യേകത. അവര് പറഞ്ഞു, നിങ്ങൾ കേൾക്കുക, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ ശക്തമായ കരങ്ങളോടെ നിങ്ങൾ സ്വീകരിക്കുക എന്നൊക്കെ പറയപ്പെട്ടപ്പോ അവര് പറഞ്ഞു, സമിഅന വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് അവർ പറഞ്ഞത്. ഞങ്ങളൊക്കെ കേട്ടിണ്, ഞങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ഞങ്ങളതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ധിക്കരിച്ചിട്ടുമുണ്ട്. വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ അജ്ല, അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? വഉശ്രിബു, അവർ കുടിപ്പിക്കപ്പെട്ടു, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അൽ അജ്ല, പശുക്കുട്ടിയെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും വലിയൊരു സ്ഥാനത്ത് പശുക്കുട്ടി പ്രതിഷ്ഠിക്കപ്പെട്ടു. അവർ കരുതുന്നുണ്ടാവുക വലിയ ഗുണാണെന്നാണ്. പക്ഷെ ഏറ്റവും വലിയ മാനഹാനിയും അപമാനവുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് എന്ന പ്രപഞ്ച സൃഷ്ടാവിനെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥാനത്ത് മനസ്സിൽ അതിന് പകരം ഒരു പശുക്കുട്ടിയെ പ്രതിഷ്ഠിക്കേണ്ടി വരിക എന്നുള്ളത് അവര് കരുതുന്നുണ്ടാവും അത് വലിയൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ പരമവിഡ്ഢികളല്ലാത്ത ആർക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണത്. പശു എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പശു ഒരു സാധാരണ മൃഗം മാത്രമാണ്, കന്നുകാലികളുടെ കൂട്ടത്തിലുള്ള ഒരു മൃഗം. ആ മൃഗം എന്ന നിലക്കുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ കാണുന്നുണ്ട്. അതിനെ ദൈവമാണ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു ഗതികേട് എന്നത് ഒരു സമൂഹത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപമാനങ്ങളിൽപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. ഇന്ത്യയിലും അതിന്റെ അതേ രീതി തന്നെയാണ് സ്വീകരിക്കപ്പെടുന്നത്. അവർക്ക് ഈ മധ്യപൗരസ്ത്യ ദേശത്ത് ജീവിച്ചിരുന്ന ഈ ഇസ്രായേൽ സമൂഹവുമായി കുടുംബപരമായിട്ട് പോലും ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ആര്യന്മാരുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ബ്രാഹ്മണ സമൂഹം ഉണ്ടാവുന്നത് മധ്യേഷ്യയിൽ നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ ആധിപത്യം ഉറപ്പിച്ചതിന് തുടർന്നാണ്. അവർ ഇടയ സമൂഹമൊക്കെ ആയിരുന്നു. പല കാരണങ്ങളുണ്ട്. അത് ഒരു അടുപ്പുണ്ടാവല്ല. അപ്പൊ ഏത് സമൂഹവും പശുവായിട്ട് ബന്ധമില്ലാത്തതൊന്നും ലോകത്തുണ്ടാവില്ല. ഒരു നാഗരികതയിലും പശുവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ളത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അറബികളുടെ ഇടയിൽ ഒരു സാധ്യതയുണ്ട്. കാരണം മരുഭൂമി പശുവിന് ജീവിക്കാൻ ഉപകരിക്കുന്നതല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ഫെർട്ടൈലായ വെള്ളം ലഭ്യമാകുന്ന പച്ചപ്പുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെ തന്നെ പശു ഉണ്ട്. അതുകൊണ്ട് പശുവുമായി ആളുകൾക്ക് ബന്ധമുണ്ടാവും. പക്ഷെ പശുവിനെ ദൈവമായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അപമാനകരമായ ഒരു അവസ്ഥയാണ് എന്നത് ഈ ആളുകൾ തിരിച്ചറിയുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഇവർ വലിയ മികവായിട്ട് നേട്ടമായിട്ട് കാണുന്നുണ്ടെങ്കിൽ
സത്യം അതുമായി ബന്ധപ്പെട്ടത് അത് വലിയ അപമാനകരമായ ഒരു അവസ്ഥയാണ് എന്നതാണ്. കാരണം ഏറ്റവും വലിയ വിഡിത്താണ് അവരത് പേറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തികള് സുബുദ്ധി പറഞ്ഞത്. അല്ല, അവര് ആ സമൂഹം ഇപ്പോഴും ഉണ്ട്. കോപ്റ്റിക് റൈസ് ഇപ്പോഴും ഉണ്ട്. കോപ്റ്റിക് ഉണ്ട്. മരിയത്തിൽ സുബുദ്ധിയാകെ അതിൽപ്പെട്ട വിഭാഗം ഇപ്പോഴും ഉണ്ട്. അപ്പോ വൈദ അസദിന മീസാത്തക്കും, നാം നിങ്ങളിൽ നിന്ന് ഒരു ഉടമ്പടി സ്വീകരിച്ച ആ സന്ദർഭം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. വറഫഅന ഫൗഖക്കും തൂർ, തൂർ പർവ്വതത്തെ നിങ്ങളുടെ മേൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ആ സന്ദർഭത്തിൽ നിങ്ങളിൽ നിന്ന് കരാർ സ്വീകരിച്ചത്. അപ്പോ നാം നിങ്ങളോട് പറഞ്ഞു, ഖുദൂ മാ ആതീനാകും ബിഖുവ്വ, നാം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ ദൃഢകരങ്ങളോടെ നിശ്ചയദാർഢ്യത്തോടു കൂടി സ്വീകരിക്കുക, ഏറ്റുവാങ്ങുക. വസ്മാവു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാലു, അപ്പൊ അവര് അതിനോട് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സമീഅന വഅസൈന, ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, പിന്നെ വഅസൈന, ഞങ്ങളെല്ലാത്തിനെയും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്, അതിനെ ധിക്കരിച്ചിട്ടുമുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം, അവരുടെ നിഷേധത്തിന്റെ ഫലമായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ പശുവിന് വലിയ സ്ഥാനം നൽകപ്പെട്ടു. വഉശ്രിബു, അവരുടെ കുടിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കുടിയിരുത്തപ്പെട്ടു. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അൽ ഇജ്ല, പശുക്കുട്ടിയെ, ബികുഫ്രിഹിം, അവരുടെ നിഷേധം കാരണമായിട്ട്. എന്ന് പറഞ്ഞാൽ പശു ആരാധന നടത്തുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് എന്ന വിധമുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. അത് മഹാ അബദ്ധമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവാതെ ഉള്ള ഒരവസ്ഥ സംജാതമായി. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയും ശാപവും ഒക്കെയാണ് അവർക്ക്. കാരണം എല്ലാ തെളിവുകളോടും കൂടിയാണ് മൂസ അലൈഹിസ്സലാം അവരിലേക്ക് വന്നത്. അവരുടെ സൃഷ്ടാവായ അള്ളാഹു, ഏകനായ റബ്ബ്, ആ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആ റബ്ബിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരോട് കാര്യങ്ങൾ പറഞ്ഞത്. അത് ഉൾക്കൊള്ളാനും അത് പിൻപറ്റാനും ഒന്നും സന്നദ്ധാവാതെ വളരെ വക്രമായ നിലപാട് എടുത്തുകൊണ്ട് ആണ് ഇസ്രായേൽ മക്കൾ പ്രതികരിച്ചത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ൽ, അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടിയെ പ്രതിഷ്ഠിക്കപ്പെട്ടു, അല്ലെങ്കിൽ പശുക്കുട്ടി കുടിയിരുത്തപ്പെട്ടു. ബികുഫ്രിഹിം, അവരുടെ നിഷേധം കാരണമായിട്ട്. ഖുൽ, പറയുക, ബിഇസ മാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ പറയുക, അവരോട് പറയുക, ബിഇസ മാ യഅ്മുറുകും ബിഹി ഈമാനുകും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നിസ്സാരവും മ്ലേച്ഛവുമായ കാര്യമാണ്, എത്ര അപമാനകരമായ കാര്യമാണ്, എത്ര ചീത്തയായ കാര്യമാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ? പശുക്കുട്ടിയെ ആരാധിക്കുകയെന്ന്. അവരുടെ വിശ്വാസം അവരോട് ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? പശുക്കുട്ടിയെ ആരാധിക്കുക, പശുവിന്റെ മൂത്രം എടുത്ത് കുടിക്കുക, അത് ചികിത്സക്ക് ഉപയോഗിക്കുക, അതിന്റെ കാഷ്ടം അതുപോലെ തന്നെ പുണ്യമായ ഒരു സംഗതിയാണെന്ന് കരുതിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയുള്ള മഹാ അബദ്ധങ്ങളാണ് അവരുടെ വിശ്വാസം അവരെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യം അവരോട് തുറന്നു പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദൂതനോട് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. ഖുൽ, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക, ബിഇസ മാ യഅ്മുറുകും ബിഹി ഈമാനുകും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ചീത്തയായ കാര്യമാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ എത്ര മ്ലേച്ഛമായ, എത്ര മോശമായ കാര്യമാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിനെ ആരാധിക്കുക എന്നുള്ളത് തന്നെ വലിയ അബദ്ധമാണ്. ഇന്ത്യയിലൊക്കെയുള്ള ആളുകൾ പശുവിനെ ആരാധിക്കുക മാത്രമല്ല, പശുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അതിക്രമങ്ങൾ നാട്ടിൽ സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്നുണ്ട്. പശുവിന്റെ മൂത്രവും കാഷ്ടവും ഒക്കെ
വലിയ പുണ്യമുള്ള സംഗതികളാണ് എന്നുള്ള നിലക്ക് അവർ അത് കൈകാര്യം ചെയ്യുന്നു. അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വലിയ പുണ്യമുള്ള സംഗതിയായിട്ടാണ് അവർ. ഇത് അവരുടെ വിശ്വാസം അവരോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ഖുൽ പറയുക, ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹ്. ബനൂ ഇസ്രായേലിന്റെ ഒരു വാദഗതി അതായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അതുകൊണ്ട് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, ഞങ്ങൾക്കാണ് ആഖിറത്ത്, ദാറുൽ ആഖിറത്ത് ഞങ്ങൾക്കുള്ളതാണ്, പരലോകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഞങ്ങളാണ് പരലോകത്തെ വിജയികളായിരിക്കുക, സ്വർഗത്തിന്റെ അവകാശികൾ ഞങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പരലോകം. ഇതാണ് അവരുടെ വാദഗതി ഉണ്ടായിരുന്നത്. ഈ വാദഗതി ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ മക്കളോട് ചോദിക്കാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെടുകയാണ് അല്ലാഹു. ഖുൽ, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുക, ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി. ദാറുൽ ആഖിറത്ത്, പരലോകം അള്ളാഹുവിന്റെ അടുക്കല് നിങ്ങൾക്കുള്ളതാണെങ്കിൽ, ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ പരലോകം അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എങ്കിൽ, ഖാലിസത്തൻ മിൻ ദൂനില്ല, മറ്റ് ജനങ്ങൾക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് മാത്രം, അങ്ങനെയാണല്ലോ നിങ്ങളുടെ വാദം. വേറെ വിഭാഗങ്ങൾ, ബനൂ ഇസ്രായേലിൽ പെടാത്തവർക്കൊന്നും സ്വർഗം കിട്ടൂല, ബനൂ ഇസ്രായേലിൽ പെട്ട എല്ലാവർക്കും ഉള്ളതാണ് സ്വർഗം, അവർക്ക് മാത്രം ഉള്ളതാണ് എന്നതാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഫതമന്നൗൽ മൗത, എന്നാ പിന്നെ നിങ്ങൾക്ക് മരണം പ്രതീക്ഷിച്ചുകൂടെ? ഇതാണ് ചോദിക്കാൻ പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ, ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് പരലോക ജീവിതത്തിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, ഫതമന്നൗൽ മൗത, നിങ്ങൾ മരണം ആഗ്രഹിച്ചോളൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അത് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ മരണത്തിന് ഇത്ര പേടി? ആഖിറത്ത്, ദാറുൽ ആഖിറത്ത് നിങ്ങൾക്കാണുള്ളതെങ്കിൽ വേറെ ജനങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് പരലോകം എങ്കിൽ, അതിന്റെ സൗഭാഗ്യങ്ങളും അവിടുത്തെ സ്വർഗീയമായ അനുഭവങ്ങളൊക്കെയും നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ, എന്നാ പിന്നെ നിങ്ങൾക്ക് മരണം ആഗ്രഹിച്ചൂടെ? നിങ്ങൾക്ക് സത്യസന്ധതയോടുകൂടിയാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ, എന്നാലോ സത്യം എന്താണ്? വലയ്യതമന്നൗഹു അബദ, അവരൊരിക്കലും അത് ആഗ്രഹിക്കുകയില്ല, മരണം ഒരിക്കലും അവര് ആഗ്രഹിക്കുകയില്ല. കാരണം എന്താ? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു കൂട്ടിയിരിക്കുന്ന അതിക്രമങ്ങൾ കാരണമായിട്ട്. അവർക്കറിയാം, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ബനൂ ഇസ്രായേൽ സമൂഹം കടുത്ത അക്രമങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു എന്നതും, അവരോരോരുത്തരും തന്നെ വലിയ നുൽമ് ഭൂമുഖത്ത് ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു എന്നതും ബനൂ ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ആ ബോധമുള്ളത് കൊണ്ടാണ് അവർക്ക് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അള്ളാഹു കൂടെ അവരെ പറ്റി പറയുന്നത്, വലയ്യതമന്നൗഹു അബദ, മരണത്തെ അവരൊരിക്കലും ആഗ്രഹിക്കില്ല. വലിയ സൗഭാഗ്യമായ മരണാനന്തര ജീവിതം അവർക്ക് വേണ്ടിയുള്ളതാണ്, മറ്റാർക്കും ഇല്ല, ജനങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആർക്കും കിട്ടൂല എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ, ആ പറയുന്നത് സത്യമായിട്ട് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, എന്നാ പിന്നെ അവർക്ക് മരണം ആഗ്രഹിച്ചുകൂടായിരുന്നോ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കാൻ വേണ്ടി പറയുന്നത്. എന്നാലോ സത്യം എന്താണ്? വലയ്യതമന്നൗഹു അബദ, അവരൊരിക്കലും ആ മരണത്തെ ആഗ്രഹിക്കുകയില്ല. ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നത് കാരണമായിട്ട്. ഒരുപാട് അതിക്രമങ്ങൾ അവർ നേരത്തെ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയും പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരും എന്ന കാര്യം അവർക്ക് ഓരോരുത്തർക്കും അറിയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവര് മരണം ആഗ്രഹിക്കാത്തത്. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. വല്ലാഹു അലീമും ബിസ്സാലിമീൻ, അതിക്രമകാരികളെ കുറിച്ച്, ഈ അക്രമികളെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അള്ളാഹുവിനറിയാം. എന്തുകൊണ്ട് ഇവർ പ്രത്യക്ഷത്തില് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്കുള്ളതാണ് ആഖിറത്ത്, ദാറുൽ ആഖിറത്ത് ഞങ്ങൾക്കുള്ളതാണ്, ബനൂ ഇസ്രായേലിർക്കുള്ളതാണ്, വേറുള്ളവർക്കൊന്നും കിട്ടൂല എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അവരുടെ മനസ്സ്
തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാര്യം ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി, അവരുടെ പാപങ്ങൾ കാരണമായി, നേരിടേണ്ടി വരുന്ന വിചാരണയെക്കുറിച്ചുള്ള ബോധം കാരണമായി അവരുടെ മനസ്സ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അവർ മരണം ആഗ്രഹിക്കാത്തത്. വല്ലാഹു അലീമുൻ ബിൽ ളാലിമീൻ. ഈ ലാലിമുകളുടെ ശരിക്കുള്ള അവസ്ഥ എന്താണ് എന്നത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. വല തജിദന്നഹും, എന്താണ് അവരുടെ ശരിക്കുള്ള പ്രകൃതം? നീ അവരെ കാണുക തന്നെ ചെയ്യും. വല തജിദന്നഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്. വല തജിദന്നഹും, പ്രവാചകരെ താങ്കൾ അവരെ കാണുക തന്നെ ചെയ്യും. എങ്ങനെ? അഹ്റസന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആർത്തിയുള്ളവരായിട്ട്, അലാ ഹയാത്ത്, ജീവിതത്തിന് ജീവിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആർത്തി കാണിക്കുന്ന വിഭാഗമായിട്ട് നിങ്ങൾക്ക് യഹൂദരെ കാണാൻ പറ്റും. ഇതാണ് അള്ളാഹു പ്രവാചകനോട് പറയുന്നത്. മരിക്കാൻ ആർത്തിയുള്ളവരല്ല. സത്യവിശ്വാസികളുടെ ഒരു മോഹം തന്നെ, ഉള്ളിലുള്ള മോഹം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് മരിക്കുക എന്നുള്ളത്. ആ മോഹം ഉള്ളവരിൽ കാണാം. ഇവർ ജീവിതത്തിനോട് എങ്ങനെയെങ്കിലും അള്ളി പിടിച്ച് തൂങ്ങിക്കിടന്ന് ജീവിക്കണം എന്നതാണ് അവരുടെ മോഹം. അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തില് ജീവിതത്തോട് അങ്ങേയറ്റം ആർത്തി കാണിക്കുന്നവരായിട്ട് പ്രവാചകരെ താങ്കൾ അവരെ കാണും. അലാ ഹയാത്തിൻ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അലാ ഹയാത്തിൻ എന്നാണ്. ഇതിന്റെ ആ വാക്കിന്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ജീവിതം ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ജീവിതം, അത് നല്ല ജീവിതം, സന്തോഷകരമായ ജീവിതം, അഭിമാനകരമായ ജീവിതം, ആനന്ദം ലഭിക്കുന്ന ജീവിതം ഒന്നും ആവണമെന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും കഷ്ടപ്പെട്ട് കിടന്ന വിധത്തിലായാൽ പോലും ഒരു ജീവിതത്തില് നിലനിൽക്കണം എന്നതാണ് അവരുടെ മോഹം. അഹ്റസൻ നാസി അലാ ഹയാത്ത്, ഏതെങ്കിലും വിധത്തില് ജീവിക്കണം എന്നതാണ് അവരുടെ ആർത്തിയുള്ള മോഹം. അപ്പോ ആ വിധത്തില് ജീവിതത്തോട് അങ്ങേയറ്റം ആർത്തി കാണിക്കുന്നവരായിട്ട് താങ്കൾക്ക് അവരെ കാണാൻ കഴിയും. വമിനല്ലദീന അശ്റഖു, പിന്നീട് അങ്ങനെ ജീവിക്കാൻ ആർത്തി കാണിക്കുന്നതാരാ? ജീവിക്കാൻ ആർത്തി കാണിക്കുന്നത് മുശ്രിക്കുകളാണ്. യഹൂദരെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ആർത്തി കാണിക്കുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും വിധത്തിലൊരു ജീവിതം ജീവിക്കണം എന്ന ആർത്തി കാണിക്കുന്നത് യഹൂദരാണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ വമിനല്ലദീന അശ്റഖു, മുശ്രിക്കുകളിൽപ്പെട്ടവരെയും ആ വിധത്തിൽ തന്നെ കാണാൻ കഴിയും. നമുക്കത് നമ്മളുടെ ചുറ്റുപാടൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മരണം അവർക്ക് അങ്ങേയറ്റത്തെ ഭയമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ പ്രായം കഴിഞ്ഞാൽ മരിക്കുക എന്നത് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് അവർ സ്വീകരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ വലിയ ഒരു വെപ്രാളപ്പെടലൊന്നും ആരും കാണിക്കാറില്ല. മറിച്ച് 90 വയസ്സ് പിന്നിട്ടാൽ പോലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ നമ്മുടെ ചുറ്റുപാട് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം മരണത്തോടെ കൂടി എന്തോ കഴിഞ്ഞു പോയി എന്നുള്ള ഒരു നിലപാടും തോന്നലും ഒക്കെയാണ് അവർക്കുള്ളത്. മരണത്തിനോട് വല്ലാത്തൊരു ആർത്തിയാണ്. മുസ്ലിം പറയലെന്താ? മരിച്ചു കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, കഴിഞ്ഞു. ആ ദുനിയാവിലെ ഒരു ഫേസ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ആഖിറത്തുള്ള ഖൈറാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ വെപ്രാളപ്പെടലൊന്നും ആരും കാണിക്കാറില്ല. അതേ സമയത്ത് യഹൂദരും മുശ്രിക്കുകളും ജീവിതത്തോട് അങ്ങേയറ്റത്തെ ആർത്തി കാണിക്കുന്നവരായിട്ട് കാണാൻ കഴിയും. ഇവർ പറഞ്ഞു പാരത്രിക ജീവിതം, പരലോക ജീവിതം അവർക്കുള്ളതാണ്, വേറെ ജനങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. എന്നാൽ യഥാർത്ഥത്തില് ഇവരുടെ അവസ്ഥ എന്താണ്? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ മരിക്കാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ അവര് ഒരിക്കൽ പോലും മരണം ആഗ്രഹിക്കുന്നവരായിട്ട് കാണാൻ സാധ്യമല്ല. മറിച്ച് അവര് ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയാണ് അവരുടെ ശ്രമവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകുക. വമിനല്ലദീന അശ്റഖു, മുശ്രിക്കുകളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. യവദ്ദു അഹദുഹും, ഈ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നു, ലൗ യുഅമ്മറു അൽഫ സനത്തിൻ, അവന് 1000 വർഷം ആയുസായി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. രണ്ട് വിഭാഗം, യഹൂദരും മുശ്രിക്കുകളും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്.
യവദ്ദു അഹദുഹും, അവരിൽപ്പെട്ട ഒരാൾ ആഗ്രഹിക്കുന്നു, ലൗ യുഅമ്മറു അൽഫസനത്തിൻ, 1000 വർഷം ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. വമാ ഹുവ ബിമുസാഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ, ആയുസ് നീട്ടിക്കിട്ടി എന്നത് ശിക്ഷയിൽ നിന്ന് അവരെ തടയുന്ന കാര്യമല്ല. ആയുസ് നീണ്ടുപോയി എന്ന് വെക്കുക, 1000 1500 വർഷമോ ഒക്കെ അവർ ജീവിച്ചു എന്ന് വെക്കുക, അതുകൊണ്ട് അവരെ ഏറ്റുവാങ്ങാനിരിക്കുന്ന ശിക്ഷ അവർക്കില്ലാണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അതാണ് അള്ളാഹു പറയുന്നത്, വമാ ഹുവ ബി മുസാഹ്സിഹിഹി, മുസാഹ്സിഹിഹി എന്ന് പറഞ്ഞാൽ മുസാഹ്സിഹി, മുസാഹ്സിഹ് തടയുന്നത്, വമാ ഹുവ ബി മുസാഹ്സിഹിഹി അത് തടയുന്നതല്ല, ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല, മിനൽ അദാബി ശിക്ഷയിൽ നിന്ന്, അയ്യു അമ്മറ ഒമ്ര നീട്ടിക്കിട്ടുന്നു എന്നത്. ഒമ്ര എന്ന് പറഞ്ഞാൽ എന്താ? വയസ്സ്, ആയുസ്, വയസ്സ് നീട്ടിക്കിട്ടുന്നു എന്നത് അത് ശിക്ഷയിൽ നിന്ന് അവരെ തടയുന്നതല്ല, തടയുന്ന കാര്യമല്ല എന്ന് ഇരിക്കെ തന്നെ അവർ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണെന്ത്? 1000 വർഷമൊക്കെ നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും അതിസൂക്ഷ്മമായിട്ട് കാണുന്നവനാണ് അള്ളാഹു. ബനൂ ഇസ്രായേലിനെയും അതുപോലെ തന്നെ മുശ്രിക്കുകളെയും അള്ളാഹു അവരെ വിലയിരുത്തിക്കൊണ്ടാണ് അള്ളാഹുവോട് പറയുന്നത്. ശരിക്കും അവർ ബന്ധമുണ്ട്. ഇന്ത്യയിലൊക്കെയുള്ള മുശ്രിക്കുകളും ഈ ബനൂ ഇസ്രായേലും തമ്മിൽ വളരെ നല്ല കുലപരമായ ബന്ധം തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെ പറയുന്നത് ആഖിറത്ത് അവർക്കുള്ളതാണ് എന്നവർ വിശ്വസിക്കുന്നു എങ്കിൽ പോലും, എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും മരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് 1000 വർഷം ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അങ്ങനെ ഒരു 1000 1500 വർഷമൊക്കെ ജീവിക്കാൻ പറ്റിയെങ്കിൽ അത് അവരെ ശിക്ഷയിൽ നിന്ന് തടയോ? അങ്ങനെയൊന്നും ഉണ്ടാവുന്നുമില്ല. ആയുസ് നീട്ടിക്കിട്ടുന്നു എന്നത് ശിക്ഷയിൽ നിന്ന് അവരെ തടയുന്ന ഒരു കാര്യമല്ല എന്നിരിക്കെ തന്നെയാണ് അവര് നീണ്ട കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി അള്ളാഹു ഇവിടെ പറയുന്നത്, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, ബനൂ ഇസ്രായേലിന്റെ ഒരു നിലപാടിനെ കുറ്റവിചാരണ ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ സംസാരിക്കുന്നത്. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക അല്ലെങ്കിൽ ചോദിക്കുക, മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, ആരാണ് ജിബ്രീലിനോട് ശത്രുത കാണിക്കുന്നത്? ജിബ്രീലിന്റെ ശത്രുവായിട്ട് ആരാണ് നിൽക്കുന്നത്? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ജിബ്രീലിനോട് ആരും ശത്രുത കാണിക്കേണ്ടതില്ല. ജിബ്രീലിനോട് ആരെങ്കിലും ശത്രുത കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കഴമ്പും ഒരു അർത്ഥവും ഇല്ല. കാരണം എന്താ? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക, നിശ്ചയമായിട്ടും ജിബ്രീൽ നിന്റെ ഹൃദയത്തിലേക്ക് ഈ കിതാബിനെ ഇറക്കി തന്നിട്ടുള്ളത് ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ്. അള്ള പറഞ്ഞിട്ടാണ്, അള്ള നിർദ്ദേശിച്ചിട്ടാണ് ജിബ്രീൽ എന്ത് ചെയ്തിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അത് അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരമാണ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ്. അതിന്റെ പേരിൽ ആരും ജിബ്രീലിനോട് ശത്രുതയായിട്ട് രംഗത്ത് വരേണ്ടതില്ല, ജിബ്രീലിനോട് ശത്രുത കാണിക്കേണ്ടതില്ല. ആരാണ് ജിബ്രീലിനോട് ശത്രുത കാണിക്കാൻ വേണ്ടിയുള്ള ധാർഷ്ട്യം കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ജിബ്രീൽ താങ്കളുടെ ഹൃദയത്തിലേക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ്, അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹ് മറിച്ചൊരു രീതിയിലാണ് അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അള്ളാഹ് ആ രീതിയിൽ ചെയ്യുമായിരുന്നു. ജിബ്രീൽ അല്ല, വേറൊരാൾ മുഖേനയാണ് ഈ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചിരുന്നെങ്കിൽ അങ്ങനെയാവും ചെയ്യുമായിരുന്നത്. ജിബ്രീൽ ഈ വിധത്തിൽ ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല മറ്റൊരാൾക്ക് കൊടുക്കാം ഇത് എന്ന് തീരുമാനിക്കാൻ ജിബ്രീലിന് സാധിക്കുമോ? ഇസ്രായേലിൽപ്പെട്ട ഒരാൾക്ക് കൊണ്ടു കൊടുത്തേക്കാം എന്ന് ജിബ്രീലിന് തീരുമാനിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അത് അള്ളാന്റെ ഒരു നിശ്ചയം, അള്ളാന്റെ ഒരു തീരുമാനം, അള്ളാഹ് അതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു വഴി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജിബ്രീലിനോട് ശത്രുത കാണിക്കാൻ വേണ്ടി ആരാണ് മുതിരുന്നത്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ആ ഇറക്കപ്പെട്ട കിതാബിന്റെ പ്രത്യേകത എന്താ? മുസദ്ദിഖൻ,
അത് സത്യപ്പെടുത്തുന്നതാണ്. എന്തിന്? ലിമാ ബൈന യദൈഹി, അതിന്റെ മുന്നേ ഉണ്ടായിരുന്നതിനെ, അവരുടെ മുന്നിൽ അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവശേഷിക്കുന്ന മുഴുവൻ സത്യത്തെയും സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വേദഗ്രന്ഥം. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, അത് മാർഗദർശനമാണ്, സന്തോഷ വാർത്തയാണ്. ലിൽ മുഅ്മിനീൻ, ആർക്ക്? സത്യവിശ്വാസികൾക്ക്. 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നതാണ്, അതിനെ സ്ഥിരപ്പെടുത്തുന്ന, അതിന് സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണത്. പുതിയതായിട്ടൊരു കാര്യം പറയുന്നതല്ല. രണ്ടാമത്തത്, അത് വഹുദൻ, തികഞ്ഞ മാർഗദർശനമാണ്, എല്ലാ പൂർണ്ണതയുമുള്ള മാർഗദർശനമാണ്. ബുശ്ര, സന്തോഷ വാർത്തയുമാണ്. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. അതോടൊപ്പം തന്നെ അവരെ മനസ്സിന് വലിയ വിധത്തിലുള്ള ആശ്വാസം പകരുന്ന സന്തോഷ വാർത്തയും അടങ്ങിയതാണ് ആ ഗ്രന്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ ആരാണ് ജിബ്രീലിനോട് ശത്രുത കാണിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ശത്രുത കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അബദ്ധമായൊരു നിലപാട് മാത്രമാണ്. കാരണം ജിബ്രീൽ അത് ആളെ മാറി എത്തിച്ചു കൊടുത്തൊന്നുമല്ല, അള്ളാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്തിട്ടുള്ളതാണ്. മൻകാന അദുവ്വല്ലി, അപ്പോ ഖുൽ മൻകാന അദുവ്വല്ലി ജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഇനി പറയുന്നു, മൻകാന അദുവ്വല്ലില്ലാഹ്, ആരാണ് അള്ളാഹുവിനോട് ശത്രുവാകുന്നത്, അള്ളാഹുവിന്റെ ശത്രുവാകുന്നത്? വമലായികതിഹി, അവന്റെ മലക്കുകളോടും ശത്രുത കാണിക്കുന്നത്. വറുസുലിഹി, അവന്റെ ദൂതന്മാരോട് ശത്രുത കാണിക്കുന്നത്. വജിബ്രീല വമീകാല, ജിബ്രീലിനോടും മീകായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മലക്കിനോടുമൊക്കെ ശത്രുത കാണിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, അവര് മനസ്സിലായിക്കോട്ടെ. ഫഇന്നല്ലാഹ, അങ്ങനെ ശത്രുത കാണിക്കുന്നവരോട് ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, ഈ നിഷേധികളായിട്ട് സത്യം ബോധ്യപ്പെട്ടിട്ടും അതിനെ കളവാക്കുന്ന ആളുകളെ അവരോട് ശത്രുതയിലാണ് അള്ളാഹു. ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, അള്ളാഹു അദുവ്വാണ് ആരുടെ? ലിൽ കാഫിരീൻ, കാഫിറുകളുടെ. അള്ളാഹു ഒരു സത്യം അവന്റെ ദൂതന്റെ കയ്യിൽ കൊടുത്തയച്ചു. ജിബ്രീൽ മാലാക ആ പ്രവാചകന്റെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ ആശയം അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന, അതിന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കെ തന്നെ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു എന്നതിന്റെ പേരിൽ ജിബ്രീലിനോട് പക കാണിക്കുകയാണ് ചിലര്, ശത്രുത കാണിക്കുകയാണ്. അതെന്തിനാ ജിബ്രീൽ അവിടെ കൊണ്ടു കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട്, അപ്പൊ അതിനോടുള്ള പ്രതികരണമായിട്ട് അള്ളാഹു ചോദിക്കുക, ആരാണ് ജിബ്രീലിനോട് ശത്രുത കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ജിബ്രീൽ അത് തന്റെ ദൂതൻ അള്ളാഹുവിന്റെ പ്രവാചകന് ഇറക്കി കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് അത് ഇറക്കി കൊടുത്തിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയാണ്. അത് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന വിധത്തിലുമാണ്. സത്യവിശ്വാസികൾക്കുള്ള ജീവിതത്തിലെ മാർഗദർശനവും അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന സന്തോഷ വാർത്തയുമാണത്. അപ്പോൾ അള്ളാഹുവിനോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമൊക്കെ ശത്രുത കാണിക്കുന്ന ആളുകളോട്, മീകാൽ എന്നാണ് ഇവിടെ കാണുക. മീകായിൽ എന്നതിന്റെ മറ്റൊരു രൂപമാണത്. മീകായിൽ എന്ന മലക്ക് മഴ വർഷിപ്പിക്കാനും അതുപോലെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ തഖർറുബുള്ള മലക്കുകളിൽപ്പെട്ട ഒരു മലക്കാണ്. ജിബ്രീലിനെ പോലെ തന്നെ
അള്ളാഹുവുമായിട്ട് വലിയ അടുപ്പം സാമീപ്യം നൽകപ്പെട്ടിട്ടുള്ള മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കാണ് മീകാഈൽ. അപ്പം അള്ളാഹുവിനോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും പ്രത്യേകിച്ച് ജിബ്രീലിനോടും മീകാഈലിനോടും ഒക്കെയും ശത്രുത കാണിക്കുന്നത് ആരാണോ, പക കാണിക്കുന്നത് ആരാണോ, അവര് മനസ്സിലായിക്കൊള്ളട്ടെ. ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. നിഷേധികളോട് അള്ളാഹുവും ശത്രുതയിലാണ്, അള്ളാഹു അവരുടെ ശത്രുവാണ് എന്ന കാര്യം അവർ മനസ്സിലായിക്കോട്ടെ. ആ ഒരു നിലപാടിനെ അള്ളാഹു അംഗീകരിക്കുന്നില്ല. അതിന് അള്ളാഹു ഒരു വിധത്തിലുള്ള പിന്തുണയും അംഗീകാരവും നൽകിയിട്ട് അവരെ അതിന്റെ പേരിൽ ആദരിക്കുന്നുമില്ല. മറിച്ച് അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അവന്റെ മലക്കുകളെയും ഒക്കെ തള്ളിക്കളയുന്ന, അവരോട് ശത്രുത കാണിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ അള്ളാഹു അവരുടെയും ശത്രുവാണ് എന്ന കാര്യം. ഇതാണ് ഒരു സംശയവും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹുവിനെ പ്രഖ്യാപിക്കുന്നത്. ഇതിനു വേണ്ടിയ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദർക്ക് ഇനി ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. അവരുടെ അവകാശവാദങ്ങളൊക്കെ അറബികളോട്, ഔസ് ഹസ്രജ് പോലെയുള്ള ഗോത്രങ്ങളിലെ ആളുകളോടൊക്കെ അവര് ഇതിനകം ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, പരലോകം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്, അതിനുശേഷം ഞങ്ങൾ നിങ്ങളെയൊക്കെ വളർത്തി അടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ ഒരു സംശയത്തിനും അവസരമില്ലാത്ത വിധത്തിൽ അള്ളാഹു വെട്ടി തുറന്ന് പറയുക, അള്ളാഹുവിനോട് അവന്റെ മലക്കുകളോട് അവന്റെ ദൂതന്മാരോട് ജിബ്രീലിനോട് മീകാഈലിനോട് ഒക്കെ ശത്രുത കാണിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ, അള്ളാഹു അവരുടെ ശത്രുവാണ് എന്നത്. അള്ളാഹു അവരോടും ശത്രുതയിലാണ് എന്ന കാര്യം. അവർക്ക് യാതൊരു പ്രിവിലേജും ഇല്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രിവിലേജും ഉണ്ടാവുന്നതല്ല എന്ന കാര്യം അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് അള്ളാഹുവിടെ വ്യക്തമായി അവരോട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വായിച്ചു വെച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 91 ആയത്ത് മുതൽ 98 വരെയുള്ള ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഭാഗമാണ്. നേരത്തെ ഇതിനു മുമ്പുള്ള ഒരുപാട് സെഷനുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പോലെ തന്നെ ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തും അടങ്ങിയിട്ടുള്ളത്. ഇനിയും കുറച്ച് ഭാഗങ്ങൾ ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അള്ളാഹുവിന്റെ കിതാബ് അതിന്റെ തനിമയോടുകൂടി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ, അതിന്റെ നേട്ടം ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാസുദാവാന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.